നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അയ്യപ്പ ശരണമന്ത്രങ്ങളാൽ അന്തരീക്ഷം മുഖരിതമാകുന്ന മണ്ഡലകാലത്തിന് തുടക്കമായി. വൃശ്ചികം 1 മുതൽ 41 ദിവസം മണ്ഡല വ്രതശുദ്ധിയുടെ നാളുകളാണ് വിശ്വാസികൾക്ക്. വൃശ്ചിക പുലരിയിൽ ദർശന പുണ്യം തേടി ഗുരുപവനപുരിയിലേക്ക് ആയിരങ്ങളെത്തി. പന്നിത്തുടം സെന്ററിലെ ഹനുമാൻ പ്രതിഷ്ഠ പൊളിച്ചുമാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷവും BJP വികസനത്തിനെതിരെന്ന പ്രചരണവും CPM തിരക്കഥയെന്ന BJP. വികസനത്തിനെതിരല്ലെന്നും വിശ്വാസത്തെ കളങ്കപ്പെടുത്താൻ ഏതൊക്കെ ശക്തികൾ വന്നാലും ഏതറ്റം വരെ പോകുമെന്നും BJP. നവംബർ 27-ന് പ്രതിഷ്ഠയെ ആചാരപ്രകാരം മാറ്റി സ്ഥാപിക്കുമെന്നും നേതൃത്വം. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ വീണ്ടും സമരത്തിലേക്ക്. 2 മാസമായി വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച കടകളടച്ച സമരം. കലാകൗമാരത്തിന്റെ ഉപജില്ലാതല പോരാട്ടങ്ങൾക്ക് തുടക്കമാകുന്നു. കുന്നംകുളം ചാവക്കാട് ഉപജില്ലാ കലോത്സവങ്ങൾക്ക് തിങ്കളാഴ്ച തുടക്കം. ഒരുക്കങ്ങളായി കലോത്സവ കാഴ്ചകൾ CCTVയിലൂടെ തത്സമയം. ആനക്കരയിൽ പിതാവിനൊപ്പം ചികിത്സയ്ക്കെത്തിയ 5 വയസ്സുകാരൻ കിണറ്റിൽ ചാടി മരിച്ചു. കുഞ്ഞിനെ രക്ഷിക്കാൻ പിതാവും കൂടെ കിണറ്റിൽ ചാടിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഏകാദശിയോടനുബന്ധിച്ച് ഗുരുവായൂർ ദേവസ്വം നൽകിവരുന്ന ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരത്തിന് വയലിൻ പ്രതിഭ സംഗീതകലാനിധി പത്മശ്രീ A. കന്യാകുമാരിയെ തെരഞ്ഞെടുത്തു. കഴിഞ്ഞ 6 പതിറ്റാണ്ടായി വയലിൻ വാദന രംഗത്തിന് നൽകിയ സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് കന്യാകുമാരിയെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. വിശദമായ വാർത്തയിലേക്ക്. അയ്യപ്പ ശരണമന്ത്രങ്ങളാൽ അന്തരീക്ഷം മുഖരിതമാകുന്ന മണ്ഡലകാലത്തിന് തുടക്കമായി. വൃശ്ചികം 1 മുതൽ 41 ദിവസം മണ്ഡല വ്രതശുദ്ധിയുടെ നാളുകളാണ് വിശ്വാസികൾക്ക്. മകരവിളക്ക് വരെ നാട് ശരണം വിളികളാൽ മുഖരിതമാകും. വൃശ്ചികം പിറക്കുന്നതോടെ ഗ്രാമപ്രദേശങ്ങളും പ്രധാന അയ്യപ്പക്ഷേത്രങ്ങളും അയ്യപ്പൻ വിളക്കിന്റെ നിറവിലാകും. ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് അയ്യപ്പൻ വിളക്ക് രൂപപ്പെട്ടതെന്നാണ് കരുതുന്നത്. വിളക്കുമായി ബന്ധപ്പെട്ടു വരുന്ന ആദ്യ പേര് ആനക്കര ചേകന്നൂരാണ്. ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക മേഖലയിലും അയ്യപ്പൻ വിളക്ക് സംഘങ്ങൾ ഉണ്ടെങ്കിലും ചേകന്നൂരിലെ വിളക്ക് സംഘത്തിനാണ് കൂടുതൽ പേരും പെരുമയും ഉള്ളത്. അയ്യപ്പന്റെ ഇലത്താളക്കാർ, അയ്യപ്പന്റെയും ഭഗവതിയുടെയും കോമരങ്ങൾ, വാഴപ്പിണ്ടി കൊണ്ട് അമ്പലവും പള്ളിയും പണിയുന്ന പണിക്കാരടക്കം 24 പേരാണ് വിളക്കു സംഘത്തിൽ ഉണ്ടാകുക. രാവിലെ ഗണപതി ഹോമത്തോടെയാണ് വിളക്കിന് ആരംഭം കുറിക്കുക. പന്തലിൽ കുരുത്തോലകൾ അരങ്ങുകളിട്ട് ഭംഗിയാക്കുന്നു. അമ്പലങ്ങളിൽ പൂവിട്ട് പൂജ നടത്തുന്നു. തുടർന്ന് ഭഗവതി, കരിമല, വാവർ, സുബ്രഹ്മണ്യൻ, ഗണപതി എന്നിവർക്ക് ചെണ്ടമേളത്തോടെ പൂജ നടത്തും. വിളക്കിന്റെ പ്രധാനങ്ങളിൽ ഒന്നാണ് പാലക്കൊമ്പെഴുന്നള്ളിപ്പ്. ഇത് വിളക്കു ദിവസം വൈകിട്ട് 3 മണിയോടെ വിളക്കു നടക്കുന്ന സ്ഥലത്തിന്റെ സമീപത്തുള്ള ക്ഷേത്രങ്ങളിൽ നിന്നാണ് ആരംഭിക്കുക. ഉടുക്കുകൂട്ടി തുടങ്ങുന്ന പാലക്കൊമ്പെഴുന്നള്ളത്ത് പിന്നീട് ചെണ്ടയുടെ അകമ്പടിയോടെയാണ് പ്രയാണം തുടരുന്നത്. താലവും കോമരങ്ങളും പാലക്കൊമ്പുമായി അയ്യപ്പ ഭക്തർ ശരണം വിളികളുമായാണ് പാലക്കൊമ്പ് എഴുന്നള്ളിക്കുക. പ്രധാന സ്ഥലങ്ങളിലെല്ലാം നിർത്തി രാത്രിയോടെയാണ് പാലക്കൊമ്പെഴുന്നള്ളിപ്പ് വിളക്കുപന്തലിൽ പ്രവേശിക്കുക. തുടർന്ന് അന്നദാനം നടക്കും. ആയിരങ്ങളാണ് ഓരോ വിളക്ക് സ്ഥലങ്ങളിലും അന്നദാനത്തിനുണ്ടാകുക. രാത്രി 9ഓടെ തായമ്പകയോടെ പൂജ നടക്കും. ശേഷം 10 മണി മുതൽ പുലർച്ചെ 2 വരെ ഉടുക്കിന്റെ അകമ്പടിയോടെ അയ്യപ്പൻ പാട്ട് നടക്കും. പിന്നീട് പാതിരാത്താലം എഴുന്നള്ളിപ്പ്, വിളക്കിലെ മനോഹരമായ പൊലിപ്പാട്ട്, അതിനുശേഷം അയ്യപ്പന്റെ തിരിയൊഴിച്ചിൽ. ഇതോടൊപ്പം തന്നെ അയ്യപ്പനും വാവരും തമ്മിലുള്ള വെട്ടും തടവും നടക്കും. പുലർച്ചെ 4:30യോടെയാണ് കനൽച്ചാട്ടം. തുടർന്ന് ഭക്തജനങ്ങൾക്കായുള്ള അയ്യപ്പന്റെയും വാവരുടെയും കൽപ്പനകൾ. ഇതിനിടയിൽ വാവരുടെ പത്തിരി വിതരണവും നുറുങ്ങുതമാശകളും കഴിഞ്ഞ് 6 മണിക്ക് ഗുരുതിയോടെയാണ് വിളക്കിന് സമാപനമാകുക. CCTV ന്യൂസ് തൃത്താല. വൃശ്ചിക പുലരിയിൽ ദർശന പുണ്യം തേടി ഗുരുപവനപുരിയിലേക്ക് ആയിരങ്ങളെത്തി. ഇനിയുള്ള 41 ദിവസം ഗുരുവായൂരിൽ ശരണം വിളിയുടെ നാളുകളാണ്. ക്ഷേത്രത്തിൽ മണ്ഡലകാല പൂജകൾക്ക് വൃശ്ചിക പിറവി ദിനത്തിൽ തുടക്കമായി. ക്ഷേത്രത്തിൽ രാവിലെ കാഴ്ചശീവേലിക്ക് 5 പ്രദക്ഷിണമുണ്ടായിരുന്നു. ഇടുതുടി, വീരാണം എന്നീ വിശേഷവാദ്യങ്ങളും അകമ്പടിയായി. മണ്ഡലകാലം കഴിയുന്നതുവരെ ഇത് ആവർത്തിക്കും. ഉച്ചപൂജയ്ക്ക് മുമ്പ് ഗുരുവായൂരപ്പന് പഞ്ചഗവ്യം അഭിഷേകം ചെയ്തു. 40 ദിവസം പഞ്ചഗവ്യം അഭിഷേകം ചെയ്ത് 41 ദിവസം കളഭാട്ടം നടത്തും. സാധാരണ മേൽശാന്തി നിർവഹിക്കാനുള്ള ഉച്ചപൂജ ഓദിക്കൻ കുടുംബാംഗങ്ങൾ നിർവഹിച്ചു. മണ്ഡലകാലത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി 1 മണിക്കൂർ ദർശന സമയം നീട്ടിയിട്ടുണ്ട്. ഉച്ചതിരിഞ്ഞ് 4:30 തുറക്കുന്ന ക്ഷേത്രനട മണ്ഡലകാലം കഴിയുന്നതുവരെ 3:30 തുറക്കും. പന്നിത്തടം സെന്ററിലെ ഹനുമാൻ പ്രതിഷ്ഠ പൊളിച്ചുമാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷവും BJP വികസനത്തിനെതിരെന്ന പ്രചരണവും CPM തിരക്കഥയെന്ന് BJP മധ്യമേഖല ഉപാധ്യക്ഷൻ അനീഷ് എയാൽ. പന്നിത്തടം സെന്ററിൽ ചേർന്ന പ്രതിഷേധ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
പന്നിത്തടം സെന്ററിലെ ഹനുമാൻ പ്രതിഷ്ഠ പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടി ഒരു മുന്നറിയിപ്പുമില്ലാതെ ആരംഭിക്കുകയും പ്രതിഷ്ഠയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതോടെയാണ് തർക്കത്തിന് വഴിവെച്ചതെന്ന് അനീഷ് എയ്യാൽ പറഞ്ഞു. വികസനത്തിന് BJP എതിരല്ല. പഞ്ചായത്ത് ഭരണസമിതി വിളിച്ച യോഗത്തിൽ BJP അംഗങ്ങൾ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രശ്നം പരിഹരിക്കണമെന്ന പൊതു അഭിപ്രായമാണ് ഉയർന്നത്. ആൽമര സംരക്ഷണ സമിതി ഭാരവാഹികൾ സംഘപരിവാർ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രതിഷ്ഠ മാറ്റിവെക്കാൻ നടപടികളുമായി മുന്നോട്ടു പോകുമ്പോഴാണ് മുന്നറിയിപ്പില്ലാതെ പ്രതിഷ്ഠ ഇളക്കാൻ ഉദ്യോഗസ്ഥർ എത്തിയത് എന്ന് അനീഷ് എയ്യാൽ പറഞ്ഞു. ഹൈന്ദവ വിശ്വാസപ്രകാരം ഉത്തരായണ കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള മാറ്റിപ്രതിഷ്ഠകളെല്ലാം നടത്താറ്. അതിന് ശുഭകരമായ സമയം ആ മുഹൂർത്തമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയം അനുവദിച്ചു തരണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ, സാഹോദര്യത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ ഭാഷയിലൊക്കെ പറഞ്ഞിരുന്നു. അത് അനുവദിച്ച് നൽകാമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ അതിനെ മുഴുവൻ, ആ തീരുമാനങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിയും കൊണ്ടാണ് ഇന്നലെ ധൃതിപ്പെട്ടുകൊണ്ട് ആരുടെയൊക്കെയോ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അക്രമ സ്വഭാവത്തോടു കൂടി ഒരു ധൃതി പിടിച്ച ഒരു കയ്യേറ്റം ഇവിടെ നടന്നത്. നിരവധി കയ്യേറ്റങ്ങൾ പന്നിത്തടം സെന്ററിലുണ്ടെന്നും പല മതങ്ങളുടെയും ആരാധനാലയങ്ങൾ, സംഘടനകളുടെ ഓഫീസുകൾ, വ്യക്തികളുടെ കയ്യേറ്റങ്ങൾ ഇവയെല്ലാം നിലനിൽക്കുമ്പോൾ ആൽമരത്തിലേക്ക് മാത്രം നടപടിയുമായി എത്തിയതിനു പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുണ്ടെന്നും നവംബർ 27 പ്രതിഷ്ഠയെ ആചാരപ്രകാരം മാറ്റുമെന്നും BJP നേതൃത്വം അറിയിച്ചു. വിശ്വാസത്തെ കളങ്കപ്പെടുത്താൻ ഏതൊക്കെ ശക്തികൾ വന്നാലും ഏതറ്റം വരെ പോകുമെന്നും ഇവർ വ്യക്തമാക്കി. ഹൈന്ദവ സംഘടനകൾക്കൊപ്പം ഇവിടെ ആ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വിശ്വ പരിഷത്തിന്റെയും രാഷ്ട്രീയ സ്വയംസേവാ സംഘത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും എല്ലാ ദേശീയ പ്രസ്ഥാനത്തിന്റെയും സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും അതിന്റെ പ്രവർത്തകരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ തെമ്മാടിത്തപരമായിട്ടുള്ള, ധിക്കാരപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള നിലപാടുകളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഏതറ്റം വരെ നിയമപരമായി പോകേണ്ട ആവശ്യം വന്നാൽ നിയമപരമായും, സംഘടനാപരമായി പോകേണ്ട ആവശ്യം വന്നാൽ സംഘടനാപരമായും പോകാനുള്ള തീരുമാനം സംയുക്തമായി എടുത്തിട്ടുണ്ട്. യോഗത്തിൽ VHP ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ OS കൃഷ്ണൻ നമ്പൂതിരി, രാഷ്ട്രീയ സ്വയം സേവക സംഘം തൃശൂർ വിഭാഗം കാര്യകാരി അംഗം KN ഗോപി, ധനീഷ് വെള്ളർക്കാട്, അഭിലാഷ് കടങ്ങോട്, രാജേഷ് P ഷിജു എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, വേലൂർ. പന്നിത്തടത്തെ ആൽത്തറ വിവാദം. പ്രതിഷേധക്കാർക്ക് മരം മുറിച്ചു മാറ്റാൻ ആവശ്യമായ സമയം നൽകിയിരുന്നുവെന്ന് കടങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പന്നിത്തടം സെന്ററിന്റെ വികസനത്തിന് ഏകദേശം 21 മീറ്ററോളം വരുന്ന റോഡിന്റെ വീതിക്കനുസരിച്ച് അവിടെ നിലനിൽക്കുന്ന കെട്ടിടങ്ങൾ ഏറ്റെടുക്കാനും അതോടൊപ്പം തടസ്സമായി നിൽക്കുന്ന ആൽമരം മുറിച്ചു മാറ്റാനും സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരുന്നു. യോഗത്തിൽ എല്ലാവരും സമ്മതം അറിയിച്ചു പോയതാണ് വൈസ് പ്രസിഡന്റ് പറഞ്ഞു. വിഷയവുമായി ബന്ധപ്പെട്ട് തുടർ യോഗങ്ങളും ചേർന്നിരുന്നു. തുടർന്ന് ചിലരുടെ അഭ്യർത്ഥനയെ തുടർന്ന് 14 ദിവസം കൂടി മരം മുറിച്ചു നീക്കുന്നത് മാറ്റിവെച്ചു. വർഗീയ സ്വഭാവത്തോടെ നാടിന്റെ വികസന പ്രശ്നങ്ങളെ നോക്കി കാണരുതെന്നും പഞ്ചായത്ത് ഉപാധ്യക്ഷൻ അഭ്യർത്ഥിച്ചു. 22-ാം തീയതി ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ആൽമര സംരക്ഷണ സമിതിയുടെ പേരിൽ കുറച്ച് ആളുകൾ വരികയും അറിയാത്തത് കൊണ്ട് 4 മണിക്ക് വന്ന അവരെ 5 മണിക്ക് യോഗം വിളിച്ച് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ബോധ്യപ്പെടുത്തുകയും ഏകദേശം ഞങ്ങൾക്ക് സമയം അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 14 ദിവസം സമയം അനുവദിച്ചിട്ടും വീണ്ടും 3 ദിവസം സമയം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടതിൻ്റെ പ്രകാരം ആ സമയവും അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിൻ്റെ ഭാഗമായി ഇതിന് തടസ്സം നിൽക്കുന്ന ആളുകളെ തിരിച്ചറിയണം എന്നാണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നത്. ആനക്കരയിൽ പിതാവിനൊപ്പം ചികിത്സയ്ക്കെത്തിയ 5 വയസ്സുകാരൻ കിണറ്റിൽ ചാടി മരിച്ചു. കുഞ്ഞിനെ രക്ഷിക്കാൻ പിതാവും കൂടെ കിണറ്റിൽ ചാടിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൂറ്റനാട് ആമക്കാവ് ഭഗവതിപ്പറമ്പിൽ വീട്ടിൽ സുരേഷ് വിദ്യാ ദമ്പതികളുടെ മകൻ 5 വയസ്സുള്ള ആഘോഷാണ് മരിച്ചത്. ആനക്കര പഞ്ചായത്തിൽ ലൈഫ് പ്ലസ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെന്ററിലായിരുന്നു ദാരുണ സംഭവം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. സ്ഥാപനത്തിൽ പിതാവ് സുരേഷിനൊപ്പം ഹൈപ്പർ ആക്റ്റീവ് കുട്ടികൾക്കുള്ള തെറാപ്പി പരിശീലനത്തിനെത്തിയതായിരുന്നു ആഘോഷ്. പിതാവിനൊപ്പം ഇരുന്ന് പരിശീലന പ്രവർത്തികൾ ചെയ്യുന്നതിനിടെ ആഘോഷ് എണീറ്റോടുകയും പരിശീലന കേന്ദ്രത്തിന്റെ പുറകുവശത്തെ കിണറിലേക്ക് എടുത്തു ചാടുകയുമായിരുന്നു. ഉടൻ തന്നെ കുഞ്ഞിനെ രക്ഷിക്കാൻ സുരേഷും കൂടെ ചാടിയെങ്കിലും നിറയെ വെള്ളമുള്ള കിണറിന്റെ അടിത്തട്ടിൽ നിന്നും കുട്ടിയെ കണ്ടെത്താനായില്ല. തുടർന്ന് പട്ടാമ്പിയിൽ നിന്നും ഫയർ യൂണിറ്റ് എത്തിയ ശേഷമാണ് കുട്ടിയെ പുറത്തെടുക്കാനായത്. 2 മാസത്തോളമായി സ്ഥാപനത്തിൽ ഹൈപ്പർ ആക്ടിവിറ്റി കുട്ടികൾക്ക് നൽകുന്ന തെറാപ്പി പരിശീലിച്ചു വരികയായിരുന്നു ആഘോഷ്. തൃത്താല പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. CCTV ന്യൂസ്, തൃത്താല.
BJP നേതൃത്വവുമായി ഇടഞ്ഞ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ. കോൺഗ്രസുമായി കഴിഞ്ഞ 2 ആഴ്ചയായി നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് സന്ദീപിന്റെ നിർണായക നീക്കം. പാലക്കാട് തെരഞ്ഞെടുപ്പ് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങവെയാണ് അപ്രതീക്ഷിത ട്വിസ്റ്റ് ഉണ്ടായത്. 2 ആഴ്ചയോളം നീണ്ടുനിന്ന ചർച്ചയ്ക്ക് ഒടുവിൽ ഇന്നലെ രാത്രി AICCയും സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തിന് അനുമതി നൽകിയതോടെയാണ് നിർണായക പ്രഖ്യാപനത്തിലേക്ക് എത്തിയത്. ഉപതെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ച സന്ദീപ് വാര്യർ കടുത്ത പ്രതിസന്ധി BJPക്ക് ഉണ്ടാക്കിയാണ് പാർട്ടി വിടുന്നത്. പാലക്കാട് സീറ്റ് നിഷേധിച്ചതിനൊപ്പം പാർട്ടിയിൽ നിന്നും നേടുന്ന അവഗണനയാണ് സന്ദീപിനെ കൂടുതൽ ചൊടിപ്പിച്ചത്. നേരത്തെ ചില പരാതികളുടെ പേരിൽ സന്ദീപിനെ വക്താവ് സ്ഥാനത്ത് നിന്നടക്കം ചുമതലകളിൽ നിന്നും മാറ്റിയിരുന്നു. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് K. സുരേന്ദ്രൻ തന്നെയാണ് സന്ദീപിനെ തിരികെ നേതൃനിരയിലേക്ക് എത്തിക്കാൻ മുൻകൈയെടുത്തത്. ഇതിനുശേഷവും തന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ലെന്ന പരാതി സന്ദീപ് ഉയർത്തിയിരുന്നു. BJPയുമായി ഇടഞ്ഞ സന്ദീപ് CPMുമായും CPIയുമായടക്കം ചർച്ച നടത്തിയിരുന്നു. AK ബാലന്റെ നേതൃത്വത്തിലായിരുന്നു ചർച്ചകൾ. അനൗപചാരിക ചർച്ചകൾ CPM നടത്തിയിട്ടുണ്ടെങ്കിലും ആദ്യം മതനിരപേക്ഷ നിലപാട് സന്ദീപ് പരസ്യമായി പറഞ്ഞിട്ടു മതി സ്വീകരിക്കൽ എന്നായിരുന്നു CPM തീരുമാനം. ഇതോടെയാണ് സന്ദീപ് കോൺഗ്രസ് വഴിയിലേക്ക് എത്തിയത്. ലോകത്ത് കാണുന്ന ഓരോ വസ്തുവിലും അടങ്ങിയിരിക്കുന്നത് ബ്രഹ്മചൈതന്യമാണ് എന്ന അറിവാണ് വേദങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്നും ആത്യന്തികമായ അറിവ് നേടുമ്പോൾ നമ്മൾ അഹിംസാവാദികളായി മാറുമെന്നും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ KK ഗീതാകുമാരി ശ്രീരാമസ്വാമി ക്ഷേത്രാങ്കണത്തിൽ കടവല്ലൂർ അന്യോന്യം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ശാസ്ത്രമാണ് ഇവിടെയാണ് അദ്ദേഹത്തിന്റെ ഈ ഭാഷയുടെ ഈ കാൽക്കുലേഷൻ എല്ലാം നടക്കുന്നത് അദ്ദേഹത്തിന്റെ ബ്രെയിനിലാണ്. കാരണം ഇവിടെ എഴുതി വെച്ചിട്ടല്ല, സൂത്രരൂപത്തിൽ അദ്ദേഹം രചിക്കുകയാണ്. അപ്പോ ഈ തരത്തിൽ അതുകൊണ്ടാണ് ബ്ലൂംഫീൽഡിനെ പോലെയുള്ള പാശ്ചാത്യ പണ്ഡിതരൊക്കെ ഹ്യൂമൻ ഇന്റലിജൻസിന്റെ നമ്മളെന്തൊരു വളരെ നമുക്ക് കാണാവുന്ന ഏറ്റവും വലിയൊരു ഹ്യൂമൻ ഇന്റലിജൻസ് എന്ന് പറയുന്നത് പാണിനിയുടെ ബ്രെയിൻ ആണ് എന്ന് അവകാശപ്പെടുന്നത്. കാരണം അത്രമാത്രം ഭാഷയുടെ കെട്ടുറപ്പിൽ ഭാഷയെ ഒരു ചട്ടക്കൂടിൽ ഒതുക്കുമ്പോൾ അത് കമ്പ്യൂട്ടറിന് പോലും ഏറ്റവും അറിവുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ മലയാളി പുലർത്തുന്ന ജാഗ്രതയുടെ ഉദാഹരണമാണ് കടവല്ലൂർ അന്യോന്യമെന്നും അവർ പറഞ്ഞു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ CR സുഭദ്ര, സ്വാമി സദ്ഭാവാനന്ദ, ഡോക്ടർ KA രവീന്ദ്രൻ, ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത്, കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, വടക്കുംപാട്ട് നാരായണൻ, ഡോക്ടർ CM നീലകണ്ഠൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അന്യോന്യ പരിഷത്ത് നൽകിവരുന്ന വേദബന്ധു പുരസ്കാരം ഡോക്ടർ സുധ ഗോപാലകൃഷ്ണന് സമർപ്പിച്ചു. കടവല്ലൂർ സ്വദേശിയും കൂടിയാട്ട അധ്യാപികയുമായ കലാമണ്ഡലം ഗിരിജയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച നടി ദി ആക്ട്രസ് എന്ന സിനിമയുടെ പ്രദർശനവും ഉണ്ടായി. വൃശ്ചികം 1 മുതൽ ദീപാരാധനയ്ക്ക് ശേഷം വാരമിരിക്കൽ ആരംഭിക്കും. അന്യോന്യത്തിന്റെ ഭാഗമായി നടക്കുന്ന അന്തർദേശീയ സെമിനാറുകളും വേദിയിൽ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. CCTV ന്യൂസ് പെരുമ്പിലാവ്. ഇനി കലോത്സവ വിശേഷം. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിങ്കളാഴ്ച അരങ്ങുണരും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 12 വേദികളിലായി 260 ഇനങ്ങളിലായി 6000-ൽ പരം വിദ്യാർത്ഥികൾ കലാമേളയിൽ മാറ്റുരയ്ക്കും. 6 ഇനങ്ങൾ പുതിയതായി ഉൾപ്പെടുത്തിയതാണ്. കുന്നംകുളം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രധാന വേദി. ടൗൺ ഹാളിലാണ് ഭോജനശാല ഒരുക്കിയിരിക്കുന്നത്. നവംബർ 18, 19, 20, 21 തീയതികളിലായി കുന്നംകുളത്തെ ഗവൺമെന്റ് ഗേൾസ് ഹയർ HSS ഗവൺമെന്റ് LP സ്കൂൾ, ടൗൺ ഹാൾ, CMS PG സ്കൂൾ, സ്നേഹാലയം ഡെഫ് സ്കൂൾ എന്നിവിടങ്ങളിലായി മത്സരങ്ങൾ അരങ്ങേറും. തിങ്കളാഴ്ച സ്റ്റേജിതര മത്സരങ്ങളാണ് നടക്കുക. ചൊവ്വാഴ്ച രാവിലെ 8:30 പ്രധാന വേദിയായ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന സമ്മേളനം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും. ഗാനരചയിതാവ് BK ഹരിനാരായണൻ മുഖ്യാതിഥിയാകും. വ്യാഴാഴ്ച ടൗൺ ഹാളിൽ നടക്കുന്ന സമാപന സമ്മേളനം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മാനുവൽ പ്രകാരമാണ് വിധികർത്താക്കളെ നിർണ്ണയിക്കുന്നത്. തർക്കങ്ങളും സംഘർഷങ്ങളും ഒഴിവാക്കാൻ പരമാവധി സഹകരണം വേണമെന്ന് സംഘാടക സമിതി അഭ്യർത്ഥിച്ചു. വാർത്താ സമ്മേളനത്തിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ, ഗവൺമെന്റ് ഗേൾസ് ഹയർ HSS പ്രിൻസിപ്പൽ BB ശ്യാം,
MM നദീറ, നിൽടോം, PT കിറ്റോ, പബ്ലിസിറ്റി കൺവീനർ ജിസൺ ജെ കാക്കശ്ശേരി എന്നിവർ പങ്കെടുത്തു. അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ ലൈസൺ ഡിപ്പാർട്ട്മെന്റുകളുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ കുന്നംകുളത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് CI ഷാജാൻ സാറ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ നിർദ്ദേശപ്രകാരം നമ്മൾ ബന്ധപ്പെട്ട എല്ലാ പ്രധാന അധ്യാപകരുടെയും യോഗം സാറിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ക്രമസമാധാനം എങ്ങനെ പാലിച്ചു പോകാന്നുള്ളത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണിശമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു മത്സരത്തിൽ പോരായ്മകൾ സംഭവിച്ചാൽ അപ്പീൽ കൊടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. CCTV ന്യൂസ് കുന്നംകുളം. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 18 മുതൽ 21 വരെ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 19 രാവിലെ 9:30 ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം നിർവഹിക്കും. 4 ദിവസങ്ങളിലായി 20 വേദികളിൽ 313 ഇനം മത്സരങ്ങൾ നടക്കും. ഉപജില്ലയിലെ 107 സ്കൂളുകളിൽ നിന്നായി 6470 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണവും വൈകിട്ട് ചായയും ഉണ്ടാകും. NK അക്ബർ MLA, നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ A സായിനാഥൻ, AM ഷെഫീർ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, കൗൺസിലർമാരായ KP ഉദയൻ, CS സൂരജ്, AEO PM ജയശ്രീ, സ്കൂൾ പ്രിൻസിപ്പാൾ TM ലത, പബ്ലിസിറ്റി കൺവീനർ ഷാജി നിഴൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം ബ്രോഷർ പ്രകാശനം ചെയ്തു. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ NK അക്ബർ MLA ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഏറ്റുവാങ്ങി. ചാവക്കാട് AEO PM ജയശ്രീ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷെഫീർ, A സായിനാഥൻ, പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, ജനറൽ കൺവീനർ TM ലത, പബ്ലിസിറ്റി കൺവീനർ ഷാജി നിഴൽ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു വാർത്തകളിലേക്ക്. കൂറ്റനാട് വ്യാപാര സ്ഥാപനത്തിലെത്തിയ 16 വയസ്സുള്ള പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ 72കാരൻ പിടിയിൽ. ചാലിശ്ശേരി കരിമ്പ പാലക്കപ്പിടിക പറമ്പത്താഴത്ത് മൈമുട്ടി എന്ന മുഹമ്മദ് കുട്ടിയെയാണ് ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പോക്സോ, പട്ടികജാതിക്കാർക്ക് നേരെയുള്ള അതിക്രമം എന്നീ നിയമങ്ങളിലെ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. തിങ്കളാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ ഫുട്ബോൾ ടൂർണമെന്റിൽ ഇനി സെമി ഫൈനൽ പോരാട്ടം. തിങ്കളാഴ്ച നടക്കുന്ന ആദ്യ സെമിയിൽ ആതിഥേയരായ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് തൃശൂർ കേരളവർമ്മയെ നേരിടും. ഇന്റർസോൺ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ 3ാം ദിവസമായ ശനിയാഴ്ച രാവിലെ 7 മണിക്ക് നടന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ആതിഥേയരായ ശ്രീകൃഷ്ണ കോളേജ് ദേവഗിരി സെന്റ് ജോസഫ് കോളേജിനെ 2-നെതിരെ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സെമിയിലേക്ക് പ്രവേശനം നേടിയത്. 9 മണിക്ക് നടന്ന രണ്ടാമത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ശ്രീ കേരളവർമ്മ കോളേജ് മണ്ണാർക്കാട് MES കോളേജിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സെമിയിലേക്ക് അർഹത നേടിയത്. ഉച്ചയ്ക്ക് ശേഷം നടന്ന ആദ്യ മത്സരത്തിൽ വളാഞ്ചേരി MES കോളേജും പടിഞ്ഞാറങ്ങാടി മൈനോരിറ്റി കോളേജും ഏറ്റുമുട്ടിയതിൽ ഏകപക്ഷീയമായ 2 ഗോളിന് വളാഞ്ചേരി MES വിജയിച്ചു. 4 മണിക്ക് നടന്ന അവസാന ക്വാർട്ടർ ഫൈനലിൽ കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജ് കൊടകര സഹൃദയ കോളേജിനെ 1-നെതിരെ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സെമിയിൽ ഇടം നേടി. തിങ്കളാഴ്ച രാവിലെ നടക്കുന്ന ആദ്യ സെമിയിൽ ചിരവൈരികളായ ശ്രീകൃഷ്ണ കോളേജും തൃശൂർ കേരളവർമ്മയും ഏറ്റുമുട്ടും. രണ്ടാം സെമിയിൽ വളാഞ്ചേരി MES കോളേജും കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജും തമ്മിലാണ് പോരാട്ടം. ഞായറാഴ്ച രാവിലെ 8 മണിക്ക് യൂണിവേഴ്സിറ്റി ടീമിലേക്കുള്ള സെലക്ഷൻ ട്രയൽ നടക്കും. തിങ്കളാഴ്ച സെമി പോരാട്ടവും ചൊവ്വാഴ്ച ഫൈനൽ മത്സരവും നടക്കും. CCTV ന്യൂസ് കേച്ചേരി. എരുമപ്പെട്ടി കുട്ടഞ്ചേരി തിച്ചൂർ റോഡരികിലെ മണ്ണ് അധികൃതർ നീക്കം ചെയ്തു. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന്റെ ഇരുവശങ്ങളിലും കൂട്ടിയിട്ടിരുന്ന മണ്ണും കല്ലുകളും അപകടങ്ങൾക്കിടയാക്കിയിരുന്നു. സൈക്കിൾ യാത്രികനായ കുട്ടഞ്ചേരി സ്വദേശിയായ ഗൃഹനാഥൻ ബസ്സിന് വശം ഒതുക്കി കൊടുക്കുന്നതിനിടയിൽ ബസ്സിനടിയിലേക്ക് വീണ് ചക്രം കയറി മരിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് റോഡരികിലെ മണ്ണും കല്ലും നീക്കം ചെയ്തത്. വേലൂരിൽ തെരുവുനായ കുറുകെ ചാടി ബൈക്ക് യാത്രികന് പരിക്കേറ്റു. പഞ്ചായത്തിന്റെ മുൻവശത്താണ് അപകടമുണ്ടായത്. എടക്കളത്തൂർ സ്വദേശി രാമദാസിനാണ് പരിക്കേറ്റത്. ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരുവുനായ ശല്യത്തിനെതിരെ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ വീണ്ടും സമരത്തിലേക്ക്. റേഷൻ വ്യാപാരികളുടെ വേതനം 2 മാസമായി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടകൾ അടച്ച് ചൊവ്വാഴ്ച സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്.
പ്രതിഷേധത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി കടകളടച്ച് പ്രതിഷേധവും താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപിൽ ധർണയും നടത്തുമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സെബാസ്റ്റ്യൻ ചൂണ്ടൽ പറഞ്ഞു. 1000 രൂപ ഉത്സവബത്ത നൽകാത്തതും റേഷൻ വ്യാപാരികളുടെ സമരത്തിന് കാരണമാണ്. അതിനിടെ റേഷൻ വാതിൽപ്പടി വിതരണക്കാരുടെ സമരം അവസാനിപ്പിക്കാൻ ഭക്ഷ്യവകുപ്പ് ചർച്ച നടത്തുകയും ചെയ്തു. റേഷൻ വ്യാപാരികളുടെ സംഘടനകളായ ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ, കേരള റേഷൻ ഡീലേഴ്സ് യൂണിയൻ CATU, കേരള സ്റ്റേറ്റ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് ചൊവ്വാഴ്ചത്തെ സമരം. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ AKRDA സംഘടനയും KRU CATU സംഘടനയും KSRDA സംഘടനയും 3 സംഘടനകളും സംയുക്തമായിട്ടാണ് റേഷൻ കടകൾ അടച്ചിട്ടുള്ള സമരത്തിന് ആഹ്വാനം നൽകിയിട്ടുള്ളത്. കമ്മീഷൻ കുടിശ്ശിക ലഭിക്കാത്തതിലുള്ള പ്രതിഷേധവും കിറ്റ് കമ്മീഷൻ കുടിശ്ശിക തരാത്തതിലുള്ള പ്രതിഷേധവും ഈ സമരത്തിനൊരു കാരണമാണ്. എല്ലാ റേഷൻ വ്യാപാരികളും ഈ സമരത്തിൽ പങ്കെടുക്കുന്നതാണ്. ഉത്സവാഘോഷങ്ങളിലെ ആന എഴുന്നള്ളിപ്പുകളും വെടിക്കെട്ടുകളും ഇല്ലാതാക്കാനുള്ള നീക്കത്തിനെതിരെ കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. നഗരകേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുക, പരമ്പരാഗത ആന എഴുന്നള്ളിപ്പുകൾക്കെതിരെയുള്ള നീക്കം അവസാനിപ്പിക്കുക, എഴുന്നള്ളിപ്പിനാവശ്യമായ ആനകളെ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. മേഖലാ പ്രസിഡന്റ് T. സോമശേഖരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര മുഖ്യപ്രഭാഷണം നടത്തി. ആന ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി രവികുമാർ, സംഘടനാ ജില്ലാ പ്രസിഡന്റ് കുമാരൻ ആറാട്ടുപുഴ, ആനത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി PM സുരേഷ്, ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി കുന്നംകുളം മേഖലാ വർക്കിംഗ് പ്രസിഡന്റ് രാമകൃഷ്ണൻ കൊച്ചന്നംകുളങ്ങര തുടങ്ങിയവർ പ്രതിഷേധ സംഗമത്തിൽ സംസാരിച്ചു. ഇനി ഏകാദശി വിശേഷം. ഏകാദശിയോടനുബന്ധിച്ച് ഗുരുവായൂർ ദേവസ്വം നൽകിവരുന്ന ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരത്തിന് വയലിൻ പ്രതിഭ സംഗീത കലാനിധി പത്മശ്രീ A. കന്യാകുമാരിയെ തെരഞ്ഞെടുത്തു. കഴിഞ്ഞ 6 പതിറ്റാണ്ടായി വയലിൻ വാദന രംഗത്തിന് നൽകിയ സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് കന്യാകുമാരിയെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. ഗുരുവായൂരപ്പന്റെ രൂപം ആലേഖനം ചെയ്ത 10 ഗ്രാം സ്വർണ്ണപ്പതക്കം, 50,001 രൂപ, പ്രശസ്തി പത്രം, ഫലകം, പൊന്നാട എന്നിവയടങ്ങുന്ന പുരസ്കാരം ഏകാദശിയോടനുബന്ധിച്ച് നടത്തുന്ന ചെമ്പൈ സംഗീതോത്സവ ഉദ്ഘാടന ദിവസമായ നവംബർ 26-ന് സമ്മാനിക്കും. പ്രശസ്ത വയലിൻ വിദ്വാൻമാരായ ഈശ്വരവർമ്മ TH സുബ്രഹ്മണ്യം, ദേവസ്വം ഭരണസമിതി അംഗം C. മനോജ് എന്നിവരുൾപ്പെട്ട സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. സമിതിയുടെ ശുപാർശ ദേവസ്വം ഭരണസമിതി അംഗീകരിക്കുകയായിരുന്നു. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ജയശ്രീയിൽ V. ബാലകൃഷ്ണൻ നായരുടെ കുടുംബത്തിന്റെ വക വിളക്കാഘോഷിച്ചു. വിളക്കാഘോഷത്തിന്റെ 7ാം ദിവസമായ ഞായറാഴ്ച കോടതി വക ഏകാദശി വിളക്കാഘോഷിക്കും. രാവിലെയും ഉച്ചതിരിഞ്ഞുമുള്ള കാഴ്ചശീവേലിക്ക് കിഴക്കൂട്ട് അനിയന്മാരാർ മേളം നയിക്കും. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ 6 മുതൽ കലാപരിപാടികൾ തുടങ്ങും. ഏകാദശി മണ്ഡല മകരവിളക്ക് സീസണിൽ തീർത്ഥാടകർക്ക് വൈദ്യസഹായം ഉറപ്പാക്കാനായി ഗുരുവായൂർ ക്ഷേത്രനടയിൽ താൽക്കാലിക ഹോമിയോ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു. ദേവസ്വത്തിന്റെ സഹകരണത്തോടെ ഹോമിയോപ്പതി വകുപ്പ് കിഴക്കേനടയിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപമാണ് ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഹോമിയോ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന റാണി, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C. മനോജ്, KP വിശ്വനാഥൻ, VG രവീന്ദ്രൻ, മനോജ് P. നായർ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ഗ്രീഷ്മ ബാബു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പൂർണ്ണസജ്ജമായി പ്രവർത്തിക്കുന്ന മെഡിക്കൽ യൂണിറ്റ് മകരവിളക്ക് ദിവസമായ ജനുവരി 14 വരെ പ്രവർത്തിക്കും. ജില്ലയിലെ മുഴുവൻ ഡോക്ടർമാരും ജീവനക്കാരും ഈ സംവിധാനത്തിന്റെ ഭാഗമായി രാവിലെ 9 മുതൽ വൈകിട്ട് 7 വരെ 2 ഷിഫ്റ്റുകളിലായി പ്രവർത്തിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന റാണി അറിയിച്ചു. മെഡിക്കൽ യൂണിറ്റ് പ്രവർത്തന ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വകുപ്പ് നടപ്പിലാക്കി വരുന്ന ജനോപകാരപ്രദമായ വിവിധ പ്രോജക്ടുകളുടെ പ്രദർശനവും നടന്നു. CCTV ന്യൂസ്, ഗുരുവായൂർ.
മണ്ഡല മകരവിളക്ക് സീസണിൽ ഗുരുവായൂരിലെത്തുന്ന തീർത്ഥാടകരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി നഗരസഭാ ഓഫീസ് വളപ്പിൽ ഫസ്റ്റ് എയ്ഡ് ബൂത്ത് പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ്, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ എം ഷഫീർ, ശൈലജ സുധൻ, എ എസ് മനോജ്, ബിന്ദു അജിത് കുമാർ, എ സായിനാഥൻ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ, നഗരസഭാ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ, ഹോമിയോപ്പതി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന റാണി, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രതിനിധി ഡോക്ടർ രംഗണ്ണ കുൽക്കർണി, ഡോക്ടർ ഗ്രീഷ്മ ബാബു, ക്ലീൻ സിറ്റി മാനേജർ കെ എസ് ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. അലോപ്പതി, ആയുർവേദം, ഹോമിയോ വിഭാഗങ്ങളിലായി 24 മണിക്കൂറും സൗജന്യ മെഡിക്കൽ സേവനം ലഭ്യമാക്കുന്ന രീതിയിലാണ് ഫസ്റ്റ് എയ്ഡ് ബൂത്ത് സജ്ജീകരിച്ചിട്ടുള്ളത്. പേരുമാറ്റി നവീകരിച്ച ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം സമർപ്പിച്ചു. 1988 ഒക്ടോബർ 22-നാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തത്. അന്നു മുതൽ ദേവസ്വം മേൽപ്പത്തൂർ ഓഡിറ്റോറിയം എന്നാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ മേൽപ്പത്തൂർ അല്ല, മേൽപ്പത്തൂർ ഓഡിറ്റോറിയം എന്ന് തിരുത്തണമെന്ന് പണ്ഡിതർ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിനടിസ്ഥാനത്തിലാണ് 10 ലക്ഷം രൂപ ചെലവിട്ട് നവീകരിച്ച ഓഡിറ്റോറിയത്തിന്റെ പേരുമാറ്റി മേൽപ്പത്തൂർ എന്നാക്കിയത്. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഗുരുവായൂരപ്പന്റെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് തെളിയിച്ച് സമർപ്പണം നിർവഹിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നവീകരിച്ച മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കാൻ പുതിയ ഒരു കുടിവെള്ള സംഭരണി കൂടി സ്ഥാപിച്ചു. അയ്യപ്പ ഭക്തർ വിരിവെക്കുന്ന തീർത്ഥ കുളത്തിനടുത്ത നടപ്പന്തലിന് സമീപത്താണ് കുടിവെള്ള സംഭരണി സ്ഥാപിച്ചത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി മനോജ്, കെ പി വിശ്വനാഥൻ, വി ജി രവീന്ദ്രൻ, മനോജ് ബി നായർ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു വാർത്തകളിലേക്ക്. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ കാറിനു പുറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. കുടക്കുഴി അഞ്ചേരി വീട്ടിൽ 55 വയസ്സുള്ള ജയപ്രകാശിനാണ് പരിക്കേറ്റത്. പള്ളിക്ക് സമീപത്ത് വെച്ച് വെള്ളിയാഴ്ച രാത്രി 8:30യോടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ ജയപ്രകാശിനെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ മണി മുഖ്യാതിഥിയായിരുന്നു. നവംബർ 26, 27, 28, 29, 30 തീയതികളിലായി മരത്തങ്കോട് സ്കൂൾ, പഞ്ചായത്ത് ഗ്രൗണ്ട്, ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ, പഞ്ചായത്തിലെ വിവിധ ടർഫ് എന്നിവിടങ്ങളിലായി കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കും. പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്തിലെ ക്ലബ് ഭാരവാഹികൾ, കലാ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ബീന രമേശ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ചെയർപേഴ്സണായും പഞ്ചായത്ത് സെക്രട്ടറി മായാദേവി കൺവീനറുമായ സംഘാടക സമിതി രൂപീകരിച്ചു. ആനിക്ക് അന്തിയുറങ്ങാൻ ഭവനമൊരുക്കി കണ്ടാണശ്ശേരി പഞ്ചായത്ത്. 12-ാം വാർഡിലെ താമസക്കാരിയായ ഒലക്കെങ്കിൽ ആനിക്കാണ് ലൈഫ് പദ്ധതിയിലൂടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കിയത്. അന്തിയുറങ്ങാൻ അടച്ചുറപ്പുള്ള ഒരു വീട് എന്നത് ആനിയുടെ വർഷങ്ങളായുള്ള ആഗ്രഹമായിരുന്നു. അവിവാഹിതയായ ആനി കൂട്ടിനാരുമില്ലാതെ ഒറ്റയ്ക്കാണ് അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ താമസിച്ചിരുന്നത്. മറ്റം ഗേൾസ് ഹൈസ്കൂളിനടുത്തുള്ള 3.5 സെന്റ് സ്ഥലത്താണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. ശനിയാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ താക്കോൽദാനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ജയൻ പാണ്ഡിയത്ത് അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എൻ എ ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് പി വി നിവാസ്, ടി ഒ ജോയ്, മറ്റം മേരിമാത കോൺവെന്റിലെ സിസ്റ്റർമാർ, അയൽവാസികളായ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറോന വികാരി ഫാദർ ഷാജു ഉക്കൻ കാർമ്മികനായി. വീടിന്റെ വെഞ്ചിരിപ്പ് കർമ്മവും നടന്നു. ലൈഫ് ഭവന പദ്ധതിയുടെ മാനദണ്ഡപ്രകാരം സിറ്റൌട്ട്, കിടപ്പുമുറി, അടുക്കള എന്നിവ ഉൾപ്പെടെ 420 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കോൺക്രീറ്റ് വീടാണ് ആനിക്ക് നിർമ്മിച്ചു നൽകിയത്. CCTV ന്യൂസ്, കേച്ചേരി. കേച്ചേരിയിൽ നടക്കുന്ന അഹമ്മദിയ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. നവംബർ 24 ഞായറാഴ്ച കേച്ചേരി സിറ്റി പാലസ് ഓഡിറ്റോറിയത്തിലാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ തൃശൂർ പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കുന്നത്. ദൈവവിശ്വാസം സമാധാനത്തിലേക്കുള്ള പാത എന്ന പ്രമേയത്തെ മുൻനിർത്തി നടക്കുന്ന അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ അമീർ എച്ച് സുലൈമാൻ മാസ്റ്റർ നിർവഹിച്ചു. ജില്ലാ സമ്മേളന സ്വാഗത സംഘം ഭാരവാഹികളായ എം അബ്ദുൾ ബഷീർ അലനല്ലൂർ, അബ്ദുൾ ഖാദർ ആളൂർ, മൗലവി ഗുലാം അഹമ്മദ് ആളൂർ, അഷ്റഫ് ചാവക്കാട്, മൗലവി മുഹമ്മദ് തൽഹ ചാവക്കാട്,
കമാൽ ചാവക്കാട് എന്നിവർ സംസാരിച്ചു. കേച്ചേരി ആളൂർ റോഡിലാണ് സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തിക്കുന്നത്. അഞ്ഞൂർ തിരുനാളിനോടനുബന്ധിച്ച് ഇടവക ദിനം ആചരിച്ചു. ഫൊറോന വികാരി ഫാദർ ഡേവിസ് കണ്ണമ്പുഴ ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ ഷോൺസൺ ആക്കമറ്റത്തിൽ അധ്യക്ഷനായിരുന്നു. കൈക്കാരൻ ജിൻജോ CA, പ്രസിഡന്റ് ടോമി MK, ജനറൽ കൺവീനർ ജോൺസൺ മാറോക്കി എന്നിവർ പങ്കെടുത്തു. ഇടവകയിലെ വിവിധ കുടുംബ യൂണിറ്റുകളുടെയും ഭക്തസംഘടനകളുടെയും നേതൃത്വത്തിൽ കലാപരിപാടികൾ അരങ്ങേറി. പ്രതിനിധി യോഗം സെക്രട്ടറി വിനോജ് ജോസ് V, പ്രോഗ്രാം കൺവീനർ ബാബു OC എന്നിവർ സംസാരിച്ചു. അഞ്ഞൂർ തിരുനാളിനോടനുബന്ധിച്ച് കൂട് തുറക്കൽ ശുശ്രൂഷ നടത്തി. ഫാദർ ആന്റണി വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ ഷോൺസൺ ആക്കമറ്റത്തിൽ സഹകാർമ്മികനായിരുന്നു. തുടർന്ന് കുടുംബ യൂണിറ്റുകൾ അമ്പ് വള ഏറ്റുവാങ്ങി. വൈകിട്ട് അമ്പുവള എഴുന്നള്ളിപ്പുണ്ടായി. തിരുനാൾ ദിവസമായ ഞായറാഴ്ച ആഘോഷമായ തിരുനാൾ തിരുകർമ്മങ്ങൾ, പ്രദക്ഷിണം, വൈകിട്ട് 7-ന് നാടകം, നവംബർ 18-ന് ഇടവകയിൽ മരിച്ചവരുടെ ഓർമ്മ പെരുന്നാൾ, നവംബർ 24-ന് 8-ാം ഇടം എന്നിവയോടെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിക്കും. തിരുനാൾ കൺവീനർ ജോൺസൺ മാറോക്കി, ട്രസ്റ്റിമാരായ ജിൻജോ ചുങ്കത്ത്, ബൈജു വാഴപ്പള്ളി, ജോജോ വടക്കൻ എന്നിവർ നേതൃത്വം നൽകി. സഹായങ്ങൾക്ക് കാത്തുനിൽക്കാതെ മണികണ്ഠൻ യാത്രയായി. ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി ചികിത്സാ സഹായം തേടിയിരുന്ന എരുമപ്പെട്ടി ഉമിക്കുന്നിൽ വീരത്ത് വീട്ടിൽ 53 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പുലർച്ചെ വീട്ടിൽ വെച്ച് ഹൃദയാഘാതം അനുഭവപ്പെട്ടതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മണികണ്ഠന്റെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി സഹായം നൽകുന്നതിനെക്കുറിച്ച് CCTV വാർത്ത നൽകിയിരുന്നു. ഇതിനിടയിലാണ് മരണം സംഭവിച്ചത്. അംബിക ഭാര്യയാണ്. കുന്നംകുളത്തിന്റെ ചരിത്രകാരനെന്ന് വിശേഷിപ്പിക്കുന്ന ഡോക്ടർ അഡ്വക്കേറ്റ് PC മാത്യുവിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് യോഗം ചേർന്നു. ബദനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ സെമിനാർ ഹാളിൽ ചേർന്ന യോഗത്തിൽ ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ, കുന്നംകുളം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM ഉണ്ണികൃഷ്ണൻ, ചരിത്ര അന്വേഷകൻ ഡോക്ടർ രാജൻ ചുങ്കത്ത്, സാംസ്കാരിക പ്രവർത്തകൻ മാത്യു ചെമ്മണ്ണൂർ, ബദനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, സംഘാടക സമിതി ചെയർമാൻ ജിന്നി കുരുവിള, ഡോക്ടർ ബാബു മാത്യു എന്നിവർ അനുസ്മരണ പ്രസംഗം നടത്തി. ചാലിശ്ശേരി കവുക്കോട് മഹാദേവ ക്ഷേത്ര മതിലിന് 18 നൂറ്റാണ്ടിന്റെ പഴക്കം. മതിൽ പൈതൃക സ്വത്തായി സംരക്ഷിക്കണമെന്ന ആവശ്യം നാട്ടുകാരിൽ ശക്തമാകുന്നു. കാണുന്നവരിൽ അത്ഭുതവും വിസ്മയവും ഒപ്പം പഴമയുടെ സ്മൃതികളും തീർക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചാലിശ്ശേരി കവുക്കോട് ക്ഷേത്രമതിൽ പൈതൃകമായി സംരക്ഷിക്കപ്പെടണമെന്നാണ് വിശ്വാസികളും ചരിത്രാന്വേഷികളും ആവശ്യപ്പെടുന്നത്. 18 നൂറ്റാണ്ടോളം പഴക്കം കണക്കാക്കുന്ന ചെങ്കൽ നിർമ്മിതമായ ക്ഷേത്രമതിൽ ആനപ്പള്ളമതിൽ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ആനയുടെ ഉടലുപോലെ നടുഭാഗം പുറത്തേക്ക് തള്ളിയും മേൽഭാഗവും താഴെയും വീതി കുറച്ചുമുള്ള മതിലിന്റെ നിർമ്മിതി ആരെയും അത്ഭുതപ്പെടുത്തും. നടുഭാഗത്തിന് 6.5 അടി വീതിയുള്ളപ്പോൾ മുകൾ വശവും താഴ്ഭാഗവും ശരാശരി 3 അടിയാണ് വീതി. ക്ഷേത്രത്തിന് ചുറ്റുഭാഗത്തായി 400 അടിയോളം ഉണ്ടായിരുന്ന മതിൽ നിലവിൽ 150 അടിയാണ് അവശേഷിക്കുന്നത്. പുറം നാടുകളിൽ നിന്നുൾപ്പെടെ നിരവധി ടൂറിസ്റ്റുകളെ പോലും ആകർഷിച്ചിരുന്ന ഈ ചെങ്കൽ നിർമ്മിതി പൈതൃകമായി സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ക്ഷേത്ര ഊരാള കുടുംബാംഗങ്ങളായ P. ശങ്കരൻ നമ്പൂതിരി, ജയൻ നമ്പൂതിരി, ക്ഷേത്ര ജീവനക്കാരും പൊതുപ്രവർത്തകരുമായ പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ പറയുന്നു. നമ്മുടെ പരമശിവന്റെ ഭൂതഗണമായിട്ടുള്ള ഖരനാൽ പ്രതിഷ്ഠിതമാണ് കവുക്കോട് ശിവക്ഷേത്രം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നുള്ളതാണ് സങ്കല്പം ഐതിഹ്യത്തിൽ പറയുന്നത്. ഇവിടെ ഒരു ഇതാണല്ലോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗംഗാസ്നാനത്തിന് സമാനമാണ് ഇവിടെ എന്നുള്ളൊരു ശ്രുതി കൂടി അങ്ങനെ ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്. കാരണം കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഈ തോട് ക്ഷേത്രത്തിനോട് തൊട്ടൊഴുകുമ്പോൾ അത് ഈ തോടിനെ ഗംഗാനദിയായിട്ട് സങ്കല്പിച്ചിട്ടുള്ള ഒരു ഇതുകൂടി ചരിത്രം കൂടി ഇതിൻ്റെ പറയുന്നുണ്ട്. ഇതിനെ തന്നെ ഇവിടെ ബലിതർപ്പണത്തിന് പലരും എത്താറുണ്ട്. അപ്പോൾ തർപ്പിക്കൽ കഴിഞ്ഞിട്ട് ബലിതർപ്പണം കഴിഞ്ഞ് അത് സ്നാനത്തിന് ഗംഗാസ്നാനം പോലെ ഒരു സമാനമാണ് ഈ തോട്, കവുക്കോട് തോട് എന്നുള്ള സങ്കല്പം കൂടിയുണ്ട്. അതാണ് ഇവിടെ ഈ സ്ഥാനത്തിന്റെ പ്രത്യേകത. അതിലെ മതിലുമായിട്ട് പറയുന്നു. അതെ, ശിവക്ഷേത്രങ്ങളിലെ മതിലാണ് ഇത്രയധികം ഇതായിട്ട് കാണാം. ഇത് ആനപ്പള്ള എന്നുള്ളതാണ് ഇതിനെ പൊതുവെ പറയാറ്. ഏകദേശം എന്തായാലും പഴയ അത്യാവശ്യം പഴക്കം ഈ മതിലിനുണ്ട് എന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഏകദേശം ക്ഷേത്രത്തിൻ്റെ അത്രയ്ക്ക് തന്നെ പഴക്കം വരുന്നുണ്ട് എന്നുള്ളതാണ്
തോന്നുന്നത്. കൂടുതൽ അതിനെക്കുറിച്ച് നമ്മുടെ പൂർവികർക്ക് അറിയുന്നുണ്ടാവുള്ളൂ. എത്ര വർഷം ഏകദേശം? ഏകദേശം എങ്ങനെയായാലും 1800 വർഷമാണ് ഇപ്പോൾ ക്ഷേത്രത്തിന് പറയണത്. അപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെ അടുത്തൊന്നും പാച്ച് വർക്ക് അടുത്തൊന്നും പാച്ച് വർക്ക് നടത്തായിട്ട് നമ്മുടെ ഈ തലമുറയ്ക്കോ മുൻ തലമുറയ്ക്കോ അത് അറിയില്ല. ഉറച്ചു നിൽക്കുന്നുണ്ട്. അതെ, ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു. ഖരൻ പ്രതിഷ്ഠ അമ്പലമാണെന്നും ഖരക്കോട് പിന്നീട് കവുക്കോട് ആയതാണെന്നുമാണ് പഴമക്കാർ പറയുന്നത്. വലിപ്പം കൊണ്ടും നിർമ്മാണ കൗതുകം കൊണ്ടും കറുകപ്പുത്തൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം, തൃശൂർ വടക്കുന്നാഥൻ ചുറ്റുമതിൽ എന്നിവയേക്കാൾ വലിപ്പമേറിയതും പഴക്കമുള്ളതുമായ കല്ലുകളാണ് ഇവിടെ ഉപയോഗിച്ചു കാണുന്നതെന്നും സമീപവാസിയും ക്ഷേത്ര കമ്മിറ്റി അംഗവുമായ കെ രാധാകൃഷ്ണൻ പറഞ്ഞു. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് ഭിന്നമായി ചെങ്കല്ലിൽ തീർത്ത ചിത്രക്കലകൾ പഴക്കമേറിയ മതിലിന് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ക്ഷേത്രത്തിനു ചുറ്റും പ്രകൃതി സ്നേഹികളും വിശ്വാസികളും ചേർന്ന് 2008 നട്ടുവളർത്തിയ നക്ഷത്രവനം മഹാദേവ ക്ഷേത്രത്തിലെ മറ്റൊരു കാഴ്ചയാണ്. പരിസ്ഥിതി രംഗത്തും പൊതുരംഗത്തും പ്രവർത്തിക്കുന്ന അധ്യാപകരായ കെ ബാലൻ, ഡോക്ടർ ഇ.എൻ. ഉണ്ണികൃഷ്ണൻ, മുസ്തഫ പടിഞ്ഞാറങ്ങാടി തുടങ്ങിയവരെല്ലാം ക്ഷേത്രത്തിൽ നടന്ന നക്ഷത്ര വനവൽക്കരണം എന്ന പരിസ്ഥിതി പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവരാണ്. ക്ഷേത്രക്കുളത്തിനുമുണ്ട് പ്രത്യേകത. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എൽ മാതൃകയിലുള്ള ക്ഷേത്രക്കുളത്തിൽ ഇരു കടവുകളിൽ നിന്ന് പരസ്പരം കാണാതെ മുങ്ങിക്കുളിക്കാനുള്ള സൗകര്യവും ഉണ്ട്. മലബാർ ദേവസ്വം ബോർഡിന്റെ പരിധിയിലുള്ള ക്ഷേത്രത്തിൽ വടക്കുംകര മന, പാലക്കാട്രി മന, മൂത്തേടത്ത് മന, കുന്നത്തുമന തുടങ്ങിയ 4 ഊരാള കുടുംബങ്ങളിലെ പാരമ്പര്യ ട്രസ്റ്റിമാരാണ് മുഖ്യ ചുമതല വഹിക്കുന്നത്. നാനാജാതി മതസ്ഥരും നാട്ടുകാരും ഏറെ ആദരവോടെ കാണുന്ന കവുക്കോട് മഹാദേവ ക്ഷേത്രത്തിലെ വലിയ മതിൽ പൈതൃകമായി സംരക്ഷിക്കപ്പെടണമെന്നാണ് വിശ്വാസികളും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. CCTV ന്യൂസ്, തൃത്താല. എരുമപ്പെട്ടി പഞ്ചായത്ത് LDF ഭരണസമിതി പ്രതിപക്ഷാംഗങ്ങളോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക, റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ KPCC അംഗം ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട് അധ്യക്ഷനായി. കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, PS സുനീഷ്, TK ദേവസി, അജു നെല്ലുവായ് എന്നിവർ സംസാരിച്ചു. ഇവിടെ അവർക്കുണ്ടെങ്കിലും 8 മെമ്പർമാരെ കോൺഗ്രസിനുള്ളെങ്കിലും ഈ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 10 മെമ്പർമാർക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ 8 മെമ്പർമാർക്ക് കിട്ടിയിട്ടുണ്ട്. മൊത്തം ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. 8 മെമ്പർമാർക്ക് 10 മെമ്പർമാരെക്കാൾ കൂടുതൽ വോട്ട് ലഭിച്ച സാഹചര്യം ഇന്നും നിലനിൽക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ നിലനിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് നവംബർ 16 ദേശീയ പത്രദിനം. രാജ്യത്ത് സ്വതന്ത്രവും ഉത്തരവാദിത്തമുള്ളതുമായ മാധ്യമങ്ങളുടെ പങ്കിനെ ആദരിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ദിനമാണ് ദേശീയ പത്രദിനമായി ആചരിക്കുന്നത്. ഇതേ ദിവസമാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രവർത്തനം തുടങ്ങിയത്. ബാഹ്യസമ്മർദ്ദങ്ങളിൽ നിന്ന് മുക്തമായി പത്രപ്രവർത്തനം പക്ഷപാതരഹിതവും സ്വതന്ത്രവുമാണെന്ന് ഉറപ്പാക്കാനുള്ള പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്നേ ദിവസം. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ പലപ്പോഴും മാധ്യമങ്ങളുടെ കഴുത്തിൽ അധികാരത്തിന്റെ കൂച്ചുവിലങ്ങ് വീഴുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചിക പ്രകാരം ഇന്ത്യ 189 സ്ഥാനത്താണ്. ഓരോ വർഷം കഴിയുംതോറും ഇന്ത്യയുടെ സ്ഥാനം താഴേക്കാണ് പതിക്കുന്നത്. സാങ്കേതിക പുരോഗതിക്കും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ വ്യാപനത്തിനുമിടയിൽ മാധ്യമങ്ങൾ അഭിമുഖീകരിക്കുന്ന വികസിച്ചുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾക്ക് അടിവരയിടുന്നതാണ് ഈ വർഷത്തെ പ്രമേയമായ മാറുന്ന മാധ്യമ സ്വഭാവം എന്നത്. 2023 ടെലികമ്മ്യൂണിക്കേഷൻസ് ആക്ട്, കരട് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേഷൻ ബിൽ, ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബിൽ 2023 എന്നിവയുൾപ്പെടെ മാധ്യമങ്ങളെ നിയന്ത്രിക്കാനും വാർത്തകൾ സെൻസർ ചെയ്യാനും വിമർശകരെ നിശബ്ദരാക്കാനും സർക്കാരിനെ അസാധാരണമായ അധികാരം നൽകുന്ന നിരവധി നിയമങ്ങൾ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരുന്നു. മാധ്യമപ്രവർത്തകരെ തടവിലാക്കിയും സ്വതന്ത്ര മാധ്യമ സ്ഥാപനങ്ങളെ അടിച്ചമർത്തിയും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചും മാധ്യമപ്രവർത്തനത്തെ പ്രതികൂല സാഹചര്യത്തിലേക്ക് തള്ളിവിടുന്ന പ്രവണത മുൻകാലങ്ങളെക്കാൾ വർദ്ധിച്ചതായാണ് റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് പുറത്തുവിട്ട വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ നിന്ന് വ്യക്തമാകുന്നത്. അതേസമയം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെയും സോഷ്യൽ മീഡിയയുടെയും വലിയ മുന്നേറ്റം പക്ഷപാതാശയങ്ങളും മുൻവിധികളും പ്രചരിപ്പിക്കുന്നു എന്നതും മറ്റൊരു വശമാണ്. വാർത്തയുടെ വേഷം കെട്ടിയ തെറ്റായ വിവരങ്ങളുടെ വർധന പത്രപ്രവർത്തനത്തിന്റെ സമഗ്രതയെയും പൊതുവിശ്വാസത്തെയും തകർക്കും. ഈ കാലഘട്ടത്തിലാണ് ഉത്തരവാദിത്വ മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുന്ന പത്രദിനാചരണത്തിന് പ്രസക്തിയേറുന്നത്. ന്യൂസ് ഡെസ്ക്, CCTV. CPI കടവല്ലൂർ ഈസ്റ്റ് വെസ്റ്റ് ബ്രാഞ്ചുകൾ പാർട്ടി പ്രവർത്തന ഫണ്ടിന്റെ പ്രചരണാർത്ഥം സ്ഥാപിച്ച പോസ്റ്ററുകൾ ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ വ്യാപകമായി നശിപ്പിച്ചതിൽ CPI ഈസ്റ്റ് വെസ്റ്റ് ബ്രാഞ്ചുകളുടെ യോഗം പ്രതിഷേധിച്ചു.
PM മൊയ്തുണ്ണി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി KT ഷാജൻ, ലോക്കൽ സെക്രട്ടറി KM മണികണ്ഠൻ, ബ്രാഞ്ച് സെക്രട്ടറിമാരായ TN പുഷ്പരാജൻ, ഖാദർ ചീരാമ്പറമ്പിൽ, അബൂബക്കർ എന്നിവർ സംസാരിച്ചു. പുന്നൂർകുളം ചെറായി ഗവൺമെന്റ് UP സ്കൂളിൽ ഫ്യൂഷൻ ഫെസ്റ്റ് 2024 സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. KG വിഭാഗം PTA പ്രസിഡന്റ് ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ പ്രധാന അധ്യാപിക ഗീത ടീച്ചർ, PTA പ്രസിഡന്റ് സ്നേഹ് മോഹൻ, വൈസ് പ്രസിഡന്റ് അങ്കിത, ഭാരവാഹികളായ റഹീം, നിമ്മി സ്വാഗി, അമീറ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. അധ്യാപകരായ സന്ധ്യ, നിഷ, പ്രീതു, റെജീന, ഷിൻസി തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജില്ലാതല രചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ചിത്രരചന, പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളർ, കഥാരചന, കവിതാരചന, ഉപന്യാസ മത്സരം എന്നീ ഇനങ്ങളിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 100ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വിജയികൾക്ക് സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും സമ്മാനിക്കും. ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ് ശതാബ്ദി ആഘോഷം. വടക്കേക്കാട് തണൽ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം ജനകീയമാക്കുന്നതിനു വേണ്ടി തണൽ കുടുംബസംഗമം നടത്തി. നാടിന് തണലൊരുക്കാൻ ഒരുമിച്ചിറങ്ങാം എന്ന മുദ്രാവാക്യമുയർത്തി നടന്ന തണൽ കുടുംബസംഗമം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ വടക്കേക്കാട് തണൽ ഡയാലിസിസ് സെന്ററിൽ നടന്ന സംഗമത്തിൽ വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റും സ്വാഗത സംഘം ചെയർമാനുമായ NMK നബിലിന്റെ അധ്യക്ഷതയിൽ തണൽ കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഇദ്രീസ് മുഖ്യപ്രഭാഷണം നടത്തി. തണൽ സോഷ്യൽ വർക്ക് HOD ബൈജു അയടത്തിൽ ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, പുന്നൂർകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, വാർഡ് മെമ്പർ ബീന സുരേന്ദ്രൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ്, ഡോക്ടർ KH അബ്ദുൾ ലത്തീഫ്, ICA വടക്കേക്കാട് പ്രസിഡന്റ് OM മുഹമ്മദ് അലി, തണൽ പ്രസിഡന്റ് KV അബ്ദു, ജനറൽ സെക്രട്ടറി ലത്തീഫ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദയ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റിന് കീഴിലുള്ള തണൽ ഡയാലിസിസ് സെന്റർ 1.5 വർഷമായി വടക്കേക്കാട് പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. രാജ്യത്ത് 17 സംസ്ഥാനങ്ങളിലായി വിവിധങ്ങളായ ആരോഗ്യ, വിദ്യാഭ്യാസ, ക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ 22 പദ്ധതികൾ ജനകീയ സഹകരണത്തോടെ 17 വർഷമായി തണൽ നടത്തി വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി വടക്കേക്കാട് തണൽ ഡയാലിസിസ് സെന്ററിന്റെ നേതൃത്വത്തിൽ വടക്കേക്കാട്, പുന്നയൂർ, പൊന്നൂർകുളം, മറ്റ് സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നായി 20 വൃക്കരോഗികൾക്ക് സൗജന്യമായും വളരെ കുറഞ്ഞ നിരക്കിലും ഇവിടെ ഡയാലിസിസ് ചെയ്തു വരുന്നുണ്ട്. നിലവിൽ 15 ഡയാലിസിസ് മെഷീൻ പ്രവർത്തിപ്പിക്കാനുള്ള സൗകര്യമുണ്ടെങ്കിലും 5 മെഷീൻ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇനിയും ഇതിനായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തണൽ ഭാരവാഹികൾ. തണൽ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം നൂറുകണക്കിന് വരുന്ന രോഗികൾക്ക് അതിൻ്റെ പേര് പോലെ തന്നെ തണലും അഭയവും നൽകുന്ന ഒന്നാണ്. പക്ഷെ ഇത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ല മനസ്സുള്ള ആളുകളുടെ അകമഴിഞ്ഞ പിന്തുണ ഇത്തരമൊരു സംവിധാനത്തിന് ഉണ്ടാകണം. ആ കാര്യത്തിൽ ചെയ്യാൻ കഴിയാവുന്ന എല്ലാവരും, എല്ലാ സംവിധാനങ്ങളും ആ സഹായങ്ങൾ ചെയ്യണം. CCTV ന്യൂസ്, പുന്നൂർകുളം. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ ഗണപതിക്ക് ബാലാലയ പ്രതിഷ്ഠയും കോമരം മാരാത്ത് വാസുദേവന്റെ 56ാമത് കലശം അഭിഷേകവും ഭക്തിസാന്ദ്രമായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി മേൽമുണ്ടയൂർമന അനൂപ് കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. മേൽശാന്തി അനീഷ് കൈലാസം, വികാസ് നമ്പൂതിരി, നാരായണൻ നമ്പൂതിരി എന്നിവർ സഹകാർമ്മികളായി. ദേവസ്വം ഓഫീസർ A സുരേഷ്, സമിതി സെക്രട്ടറി രാജു മാരാത്ത്, പ്രസിഡന്റ് M രാമകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ജയൻ മാരാത്ത്, ജിഷ്ണു പന്തയ്ക്കൽ, ശശീന്ദ്രൻ പൂലോത്ത്, സ്മിജ, അജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി. അണ്ടത്തോട് ബീച്ചിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബീച്ചിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം പുന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നിർവഹിച്ചു. വാർഡ് മെമ്പർ PS അലി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശോഭ പ്രേമൻ, ബുഷറ നൌഷാദ്, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു.
വയലത്തൂർ അയ്യപ്പ സേവാ സമാജത്തിന്റെ ദേശവിളക്കും അന്നദാനവും നവംബർ 19 ചൊവ്വാഴ്ച നടക്കും. പുലർച്ചെ 5 മണിക്ക് ഗണപതി ഹോമം, 9 മണിക്ക് എഴുന്നള്ളിച്ചുവയ്ക്കൽ, കാൽനാട്ടൽ, വൈകിട്ട് ദീപാരാധന, പാലക്കൊമ്പ് എഴുന്നള്ളിക്കൽ, കനലാട്ടം, വെട്ടുംതട, ഗുരുതിതർപ്പണം എന്നിവ ഉണ്ടാകും. ചിറമനേങ്ങാട് വാസുണ്ണി ഗുരുസ്വാമി കാർമ്മികത്വം വഹിക്കും. കല്ലൂർ ശ്രീ പത്മനാഭപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് രാത്രി 9 മണിക്ക് തൃക്കണമുക്ക് ശിവക്ഷേത്ര പരിസരത്തുള്ള വിളക്ക് പന്തലിൽ എത്തിച്ചേരും. ഉച്ചയ്ക്കും രാത്രിയും അന്നദാനം ഉണ്ടായിരിക്കും. പ്രസിഡന്റ് മുകുന്ദൻ ടി, സെക്രട്ടറി ജിതേഷ് ബിയർ, ട്രഷറർ രമേശ് തെക്കേക്കര, മണികണ്ഠൻ, ജയേഷ്, ഷാജൻ ടി എന്നിവർ നേതൃത്വം നൽകും. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ശിലാസ്ഥാപന പെരുന്നാളിന് ഞായറാഴ്ച കൊടിയേറും. ഞായറാഴ്ച രാവിലെ ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. തുടർന്ന് പെരുന്നാൾ കൊടിയേറ്റം നടത്തും. നവംബർ 20, 21 ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് പെരുന്നാൾ ആഘോഷം നടക്കുന്നത്. ചാലിശ്ശേരി ഗ്രാമത്തിന്റെ വലിയ പെരുന്നാൾ ആഘോഷത്തിന് ദേശങ്ങളെല്ലാം ഒരുങ്ങി 11ഓളം ആഘോഷ കമ്മിറ്റികളിൽ ഞായറാഴ്ച കൊടിയേറും. വേലൂർ മണിമലർക്കാവ് ദേവി ക്ഷേത്രത്തിലെ കളമെഴുത്തുപാട്ടിന് തുടക്കമായി. 24-ാം തീയതി വരെയാണ് ചടങ്ങുകൾ നടക്കുക. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷമാണ് പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ കൂറയിടൽ ചടങ്ങ് നടന്നത്. മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജ ഉണ്ടായി. പൈങ്കുളം സജീവ് കുറുപ്പാണ് കളമെഴുത്തുപാട്ടിന് കാർമ്മികത്വം വഹിക്കുന്നത്. കളമെഴുത്ത് ദിവസങ്ങളിൽ ദേവിയുടെ വ്യത്യസ്ത രൂപങ്ങൾ വരച്ച് പൂജ ചെയ്തതിനു ശേഷം പാട്ടുപാടി നൃത്തത്തോടുകൂടിയാണ് കളം മായ്ക്കുക. എല്ലാ ദിവസവും വൈകിട്ട് 5:30 മുതൽ 7:30 വരെയാണ് കളം പൂജയും കളംപാട്ടും നടക്കുക. നവംബർ 24 ഞായറാഴ്ച താലപ്പൊലിയോടെ കളമെഴുത്തുപാട്ട് കാലം കൂടും. കളമെഴുത്തിന്റെ ഭാഗമായി നടത്തിവരാറുള്ള ക്ഷേത്രപാലകന്റെ നടക്കൽ, നാളികേരമുടയ്ക്കൽ ശനിയാഴ്ച വൈകിട്ട് 7:30 നടക്കും. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്, പ്രസിഡന്റ് ശിവരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ മനോജ് പെരുവഴിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, വേലൂർ. പുന്നൂർകുളം പഞ്ചായത്ത് 1-ാം വാർഡ് തങ്ങൾപ്പടി അങ്കണവാടി വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികളെ ആദരിച്ചു. വാർഡ് മെമ്പർ സജിത ജയൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി പഞ്ചായത്തിൽ നടന്ന പോസ്റ്റർ മത്സരത്തിൽ വിജയിച്ച ലൈസ ശരത്തിനെയും, ഹെൽത്തി ഫുഡ് മത്സരത്തിൽ വിജയിച്ച നാഫിയ സജിൽ, ഹെൽത്തി ബേബി മത്സരത്തിൽ വിജയിച്ച ഷെറീൻ ഇബ്രാമറിയം എന്നിവരെയുമാണ് ആദരിച്ചത്. വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ ചന്ദ്രൻ തട്ടകത്ത്, ഷക്കീർ പുളയ്ക്കൽ, മോഹനൻ കറുത്തേടത്ത്, സന്തോഷ് ആലിപ്പുരയ്ക്കൽ, നസീം സലാം, ജയൻ അയ്യോട്ട്, പ്രിയേഷ് എന്നിവർ പങ്കെടുത്തു. വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായസ വിതരണവും മിഠായി വിതരണവും ഉണ്ടായി. അംഗൻവാടി ടീച്ചർ സിന്ധു നേതൃത്വം നൽകി. പുന്നൂർകുളം പഞ്ചായത്തിലെ 19-ാം വാർഡിലെ അങ്കണവാടി നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിച്ച് കുരുന്നുകൾക്ക് തുറന്നുകൊടുക്കാനുള്ള നടപടിയുണ്ടാകണമെന്ന് വാർഡ് മെമ്പർ KH ആബിദ് ആവശ്യപ്പെട്ടു. പഞ്ചായത്തിലെ 19-ാം വാർഡ് പെരിയമ്പലം അങ്കണവാടി കാലങ്ങളായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. പൊന്നോത്ത് രാജു നൽകിയ ഭൂമിയിൽ മുൻ MP TN പ്രതാപൻ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ ശ്രീനിവാസൻ, സുഹൈൽ, ഫാറൂഖ്, MC ഇർഷാദ്, അഷ്റഫ്, ലാലു, അനീഷ് തുടങ്ങിയവരും പങ്കെടുത്തു. ശബരിമല തീർത്ഥാടന പുണ്യമാസത്തിന്റെ ഭാഗമായി അകലാട് തെങ്ങുംപുള്ളി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയും ഭജനയും നടത്തി. കാട്ടകാമ്പാൽ വിഘ്നേശ്വര ഭജന സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഭജന നടത്തിയത്. സ്വാമിമാരായ മോഹൻദാസ്, ആനന്ദ്, ബാബു ചക്രപാണി, ഷനിൽ, സുജീഷ്, ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. ഭജനയ്ക്ക് ശേഷം സ്വാമിമാർക്കും ഭക്തർക്കും അന്നദാനവും നടത്തി. കൊച്ചനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശിശുദിന പതിപ്പ് പുറത്തിറക്കി. മുഹമ്മദ് ഷഹാൻ സ്കൂളിലെ LP വിഭാഗം ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ പതിപ്പ് KM വിനോയ് മാസ്റ്റർക്ക് നൽകിയാണ് പ്രകാശനം നടത്തിയത്. അധ്യാപകരായ CM റമിഷ, PN സുനന്ദ, PJ മിൽഡ, PM നിഷീമ, K രമ്യരാജൻ, ആതിര തുടങ്ങിയവർ നേതൃത്വം നൽകി. 1-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഷഹാൻ. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6910 രൂപ, പവന് 55250 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 97 രൂപ. ചരമം പുന്നൂർ മൊയ്തീൻ പള്ളിക്ക് പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന പരേതനായ അമ്പലക്കുളത്തിൽ മൊയ്തുണ്ണി മകൻ യൂസഫ് മുസ്ലിയാർ നിര്യാതനായി 55 വയസ്സായിരുന്നു. ഖബറടക്കം നടന്നു. ആമിനക്കുട്ടിയാണ് ഭാര്യ. ആത്തിക, ആഷിഖ്, ആബിദ എന്നിവർ മക്കളാണ്. വേലൂർ പൊന്തിയെടുത്ത് കല്യാണിയമ്മ നിര്യാതയായി 84 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10-ന് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. സുരേഷ്, സുജാത, സുമിത എന്നിവർ മക്കളാണ്.
മരത്തങ്കോട് വെള്ളിത്തിരുത്തി കുത്തൂർ വറദപ്പൻ മകൻ സക്കറിയ നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ആർത്താട് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. ബേബി ഭാര്യയും മേരി മനോജ് എന്നിവർ മക്കളുമാണ്. വേലൂർ കുറുമാൽ പറക്കൽ കുറ്റിക്കാട്ട് പരേതനായ ചാക്കു മകൻ സണ്ണി നിര്യാതനായി. 51 വയസ്സായിരുന്നു. സംസ്കാരം കുറുമാൽ സെന്റ് ജോർജ് ദേവാലയത്തിൽ നടന്നു. റീന ഭാര്യയും നൈസി അലൻ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അയ്യപ്പ ശരണമന്ത്രങ്ങളാൽ അന്തരീക്ഷം മുഖരിതമാകുന്ന മണ്ഡലകാലത്തിന് തുടക്കമായി. വൃശ്ചികം 1 മുതൽ 41 ദിവസം മണ്ഡല വ്രതശുദ്ധിയുടെ നാളുകളാണ് വിശ്വാസികൾക്ക്. വൃശ്ചിക പുലരിയിൽ ദർശന പുണ്യം തേടി ഗുരുപവനപുരിയിലേക്ക് ആയിരങ്ങളെത്തി. പന്നിത്തടം സെന്ററിലെ ഹനുമാൻ പ്രതിഷ്ഠ പൊളിച്ചുമാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷവും BJP വികസനത്തിനെതിരെന്ന പ്രചരണവും CPM തിരക്കഥയെന്ന BJP. വികസനത്തിനെതിരല്ലെന്നും വിശ്വാസത്തെ കളങ്കപ്പെടുത്താൻ ഏതൊക്കെ ശക്തികൾ വന്നാലും ഏതറ്റം വരെ പോകുമെന്നും BJP. നവംബർ 27-ന് പ്രതിഷ്ഠയെ ആചാരപ്രകാരം മാറ്റി സ്ഥാപിക്കുമെന്നും നേതൃത്വം. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ വീണ്ടും സമരത്തിലേക്ക്. 2 മാസമായി വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച കടകളടച്ച് സമരം. കലാകൗമാരത്തിന്റെ ഉപജില്ലാതല പോരാട്ടങ്ങൾക്ക് തുടക്കമാകുന്നു. കുന്നംകുളം ചാവക്കാട് ഉപജില്ലാ കലോത്സവങ്ങൾക്ക് തിങ്കളാഴ്ച തുടക്കം. ഒരുക്കങ്ങളായി കലോത്സവ കാഴ്ചകൾ CCTVയിലൂടെ തത്സമയം. ആനക്കരയിൽ പിതാവിനൊപ്പം ചികിത്സയ്ക്കെത്തിയ 5 വയസ്സുകാരൻ കിണറ്റിൽ ചാടി മരിച്ചു. കുഞ്ഞിനെ രക്ഷിക്കാൻ പിതാവും കൂടെ കിണറ്റിൽ ചാടിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഏകാദശിയോടനുബന്ധിച്ച് ഗുരുവായൂർ ദേവസ്വം നൽകിവരുന്ന ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരത്തിന് വയലിൻ പ്രതിഭ സംഗീതകലാനിധി പത്മശ്രീ A. കന്യാകുമാരിയെ തെരഞ്ഞെടുത്തു. കഴിഞ്ഞ 6 പതിറ്റാണ്ടായി വയലിൻ വാദന രംഗത്തിന് നൽകിയ സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് കന്യാകുമാരിയെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.